റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി എടപ്പാളിന്റെ മുഖമുദ്രയായി ഐശ്വര്യ ഗോൾഡ് പാലസ്. 916 BIS ഹോൾമാർക്ക് HUID സ്വർണ്ണാഭരണങ്ങൾ. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നതിന് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ സുവർണാവസരം. പത്തരമാറ്റിന്റെ പാരമ്പര്യം. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 04942680 416. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്. അല്ലാഹുമ്മ ലക്കൽ ഹംദു വമിൻകൽ ഫറജ് വഇലൈക്കൽ മുസ്താഖ് വഅന്തൽ മുസ്തആൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പുണ്യമീ മാസം വത്സരം പൂക്കും മഹൽ ഗുണം, പുണ്യങ്ങളെല്ലാം തളിർത്ത സൗഗന്ധികം. പുലരിയിൽ തൊട്ടു പ്രദോഷം വരെ നല്ല പൂർണ്ണമാം നോമ്പിൻ സുഗന്ധങ്ങളേന്തിയേ. കാരുണ്യമേകുന്ന 10 ദിനങ്ങളും പാപം പൊറുക്കുന്ന 10 ദിനങ്ങളും സ്വർഗീയ ലോകപ്രവേശം ചൊരിയുന്ന അവസാന 10 നോമ്പിൻ സുഗന്ധവും. മുത്ത് റസൂൽ തൻ മുസല്ലയിൽ നാഥൻ്റെ മുന്നിൽ കരഞ്ഞു കലങ്ങിയ കണ്ണാലെ ചോദിച്ചു പ്രാർത്ഥിച്ച റമളാന്റെ രാവിലെ. യാമ സൗഗന്ധികം വിടർത്തും വസന്തമേ. വിശുദ്ധ വസന്തോത്സവം നമ്മളിലേക്ക് വിരുന്നെത്തിയിരിക്കുകയാണ്. ആദ്യത്തെ 10 നമ്മളുള്ളത്. റഹ്മത്തിൻ്റെ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അടിമകളായ നമ്മളിലേക്ക് കാരുണ്യം സദാ വർഷിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മത്തിൻ്റെ 10. നമുക്ക് കാരുണ്യം ലഭിക്കാൻ കാരുണ്യം കൊണ്ട് അടിമകളെ പൊതിയുന്ന ഈ ഒരു 10 നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് അതിലേക്ക് വെളിച്ചം വീശുന്നതാണ്. ഇർഹമു മൻ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക്, സൃഷ്ടിചരാചരങ്ങൾക്ക്, ജീവജാലങ്ങൾക്ക് കരുണ ചെയ്താൽ ആകാശത്തെ നിയന്ത്രിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളിലേക്ക് കരുണ വർഷിക്കുമെന്ന് അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നാണ് പുണ്യനബിയെ അങ്ങേ ഈ ഭൂമിയിലേക്ക് കാരുണ്യമായിട്ടല്ലാതെ പടച്ചിട്ടില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ആ പുണ്യനബി കാരുണ്യമായിരുന്നു. ധാരാളം സന്ദർഭങ്ങൾ, ധാരാളം ചരിത്രങ്ങൾ അതിലേക്ക് വെളിച്ചം വീശുന്നതായി നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് ഒരിക്കലൊരു കുഞ്ഞുമോൻ കടന്നു വരികയാണ്. ആ കുഞ്ഞുമോൻ്റെ കയ്യിലൊരു ചെറിയ പക്ഷിക്കുഞ്ഞുണ്ട്, ഒരു കുരുവിക്കുഞ്ഞ്. ആ പക്ഷിക്കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ടാണ് പുണ്യനബിയുടെ സവിധത്തിങ്കിലേക്ക്, മദീന മസ്ജിദുൻ നബവിയിലെ മദീന പള്ളിയിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. നബിയേ, ഇതങ്ങേക്കുള്ള ഹദിയയാണ്, ഗിഫ്റ്റാണ്. അപ്പം ആ കുഞ്ഞിങ്ങനെ കരയുന്നുണ്ട്. ആ പക്ഷിക്കുഞ്ഞിൻ്റെ തള്ളപ്പക്ഷിയെപ്പറ്റി ചോദിച്ചറിയുകയാണ് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം ചെയ്തത്. കുഞ്ഞു പക്ഷിയെ കണ്ടപ്പോൾ തള്ളപ്പക്ഷിയെ ചോദിച്ചു, മോനെ ഇതിൻ്റെ തള്ളപ്പക്ഷി എവിടെയാണെന്ന് ചോദിച്ചു. ആ കുഞ്ഞുമോൻ വിശദീകരിച്ചു, ഞാൻ ഒരുപാട് ദിവസമായി നബിയെ ഈ കുഞ്ഞിനെ പിടിച്ചിട്ട് അങ്ങേക്ക് കൊടുന്നു തരാൻ ആഗ്രഹിക്കുന്നു, അങ്ങേക്കൊരു ഗിഫ്റ്റായിട്ട്. ഞാൻ ഇന്ന് ആ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മരമാണ്, ആ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് കൂട്ടിൽ നിന്ന് ഈ കുഞ്ഞിനെ എടുത്തപ്പോൾ
തള്ളപ്പക്ഷി ഇതിൻ്റെ കരച്ചിൽ കേട്ടിട്ട് എന്നെ കൊത്താൻ വേണ്ടി വന്നു. ഞാൻ അതിനെ ആട്ടി. വീണ്ടും താഴേക്കിറങ്ങി. ഞാൻ ഓടി വന്നു. അപ്പോൾ എൻ്റെ തലക്ക് മുകളിൽ ഇത് വട്ടമിട്ട് കറങ്ങിയപ്പോൾ ഞാൻ കല്ലെടുത്ത് തള്ളപ്പക്ഷിയെ എറിഞ്ഞു. വീണ്ടും ഞാനിങ്ങനെ ഓടി അങ്ങയുടെ അടുത്തേക്ക് വരികയാണ്. ആ സന്ദർഭത്തിൽ വീണ്ടും തള്ളപ്പക്ഷി കടന്നു വന്നപ്പോൾ കല്ലെടുത്തെറിഞ്ഞു. ആട്ടി ഞാൻ അതിനെ, നബിയെ ഇതാ അങ്ങേക്കിതാ എൻ്റെ സമ്മാനമെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ മുഖമൊക്കെ ചുവന്ന് തുടുത്തിട്ട് ഈ ലോകത്തിന് മൊത്തവും കാരുണ്യമായ പുണ്യനബിയുടെ നയനങ്ങളിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകാൻ തുടങ്ങിയ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കാരുണ്യത്തിൻ്റെ ഇരിപ്പിടമായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുഞ്ഞുമോനോട് പറയുകയാണ്, മോനെ, നീ ഈ കുഞ്ഞു പക്ഷിയുണ്ടല്ലോ, ഈ കുഞ്ഞു പക്ഷിയെ ആ തള്ളപ്പക്ഷിയുടെ കൂട്ടിലേക്ക് കൊണ്ടുപോയി ആക്കണം. നിന്റെ മാതാവ് നിന്നെ കാണാതെ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടോ അതിനേക്കാളേറെ ഈ കുഞ്ഞു പക്ഷിയെ കാണാതെ അതിൻ്റെ തള്ളപ്പക്ഷി സങ്കടപ്പെടുന്നുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് തള്ളപ്പക്ഷിയുടെ അടുത്തേക്ക് കുഞ്ഞു പക്ഷിയെ കൊണ്ടാക്കിയപ്പോഴാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നത് എന്ന് ചരിത്രമാണ്. കാരുണ്യമായിരുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഒരു യാത്രക്ക് ഇറങ്ങുന്ന സന്ദർഭത്തിൽ മദീന പള്ളിയിൽ നടന്നൊരു സംഭവമാണ്. ഒരുപാട് സ്വഹാബാക്കൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്, കമ്പാനിയൻസ്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ നോക്കുമ്പോൾ അവിടുത്തെ ഷാളിൽ ഒരു പൂച്ച കിടന്നുറങ്ങുകയാണ്. മദീനയിലെ മനോഹരിയായ ഒരു കുറുഞ്ഞി പൂച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകം തന്നെ പടക്കാൻ കാരണഭൂതരായ അഷ്റഫുൽ ഖൽക്കിൻ്റെ തട്ടത്തിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. ഒരുപാട് നേരം പുണ്യനബി കാത്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അവസാനം യാത്രക്ക് വൈകുമെന്ന ഒരു ഘട്ടം വന്നപ്പോൾ സഹാബാക്കളിൽ ഒരാൾ ആ പൂച്ചയെ തട്ടി വിളിച്ചുണർത്താൻ ശ്രമിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖം വിവരണമായി. ആ സ്വഹാബിയോട് അരുതേ അരുതേ എന്ന് ആംഗ്യം കാണിച്ചു. അവസാനം ഒരു കത്തി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കത്തി കൊണ്ടുവന്നിട്ട് പൂച്ചയുടെ നിദ്രയെ പോറലേൽപ്പിക്കാതെ ആ പൂച്ച കിടക്കുന്ന ഭാഗം ഒഴിവാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് കീറത്തട്ടം തോളിലേക്കിട്ടിട്ട് മദീന ബസാറിലേക്ക് ഇറങ്ങി നടന്നൊരു നായകനുണ്ട്. ആ നായകനാണ് നമ്മുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹുദിൽ, ഖന്തക്കിൽ ഒക്കെ നമുക്കത് കാണാൻ കഴിയും. ആ കാരുണ്യം ഖന്തക്കിലാണ് മരം കോച്ചുന്ന 0 ഡിഗ്രി സെൽഷ്യസിൽ അത്രമേൽ തണുപ്പുള്ളൊരു ഘട്ടത്തിൽ അതേ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് സഹാബാക്കൾ. കിടങ്ങ് കുഴിച്ചിട്ട് രാത്രി സമയത്ത് വിശ്രമത്തിൻ്റെ വേളയാണ്. അവരിങ്ങനെ തീ കാഞ്ഞു. മരം വിറകിങ്ങനെ കൂട്ടിയിട്ടിട്ട് തീ കായുന്ന സമയത്ത് പെട്ടെന്ന് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഓർഡറാണ്, തീ അണക്കണം സഹാബ, തീ അണക്കണം. സഹാബത്ത് വെച്ച്, നബിയെ നല്ല തണുപ്പല്ലേ? എന്നാലും റസൂലിൻ്റെ ആജ്ഞയ്ക്ക് ശിരസാ വഹിച്ചുകൊണ്ട് അവർ തീയണച്ചു. റസൂലിനോടൊരു സഹാബി ചോദിച്ചു, നബിയെ ഈ തണുപ്പത്ത് അതിശൈത്യമുള്ള ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് അങ്ങ് തീയണക്കാൻ വേണ്ടി പറഞ്ഞത്? റസൂലുള്ളാഹിയുടെ പ്രതിവചനം ഇങ്ങനെയായിരുന്നു, ഞാൻ കണ്ടു സ്വഹാബ, ഒരു ഉറുമ്പിൻ പറ്റമാ തീയിലേക്ക് ഇങ്ങനെ വരിയിട്ട് വരുന്നത് കണ്ടു. അവ കത്തി നശിക്കാതെ ചാമ്പലാകാതിരിക്കാനാണ് ഞാൻ ആ തീയണക്കാൻ വേണ്ടി പറഞ്ഞത് എന്ന് കാരുണ്യത്തിൻ്റെ നിറദീപമായ ശ്രീനാരായണ ഗുരു പറഞ്ഞല്ലോ. കരുണാവാൻ നബി മണിമുത്തുരത്നമോ എന്ന് ചോദിച്ച ഗുരുവിൻ്റെ വാക്കോർത്തു പോവുകയാണ്. നമ്മളിന്ന് നിസ്കരിക്കാൻ വേണ്ടി ഒളുടുക്കുന്ന സമയത്തൊന്ന് ടാപ്പ് തുറന്നാൽ അടിയിൽ ഉറുമ്പുള്ളത് നമ്മൾ ശ്രദ്ധിക്കോ? അതുപോലെയുള്ള ജീവജാലങ്ങളോട് നമ്മളുടെ സമീപനം എന്താണ്? കരുണ പറ്റിയൊരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് കാരുണ്യവാനായ റസൂലിനെ ഓർക്കുകയാണ്. ആദ്യത്തെ 10 കാരുണ്യത്തിൻ്റെ 10ആണ്. ഇന്ന് കരുണ പറ്റിയൊരു ലോകമാണ്. ആക്സിഡൻറ്റ് പറ്റി റോട്ടിൽ ചോര വാർന്നൊലിച്ച് കിടക്കുന്ന തൻ്റെ സഹോദരനെ ചേർത്ത് പിടിച്ചിട്ട് സെൽഫി എടുത്തിട്ട് അത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ അത് ആ ഒരു വാർത്ത സംപ്രേഷണം ചെയ്യാൻ വേണ്ടിയിട്ട് തിരക്ക് കൂട്ടുന്നതിനിടയിൽ അവനെ രക്ഷിക്കാൻ മറന്നുപോകുന്ന കരുണ പറ്റിയൊരു കാലത്താണ് നമ്മളുള്ളത്. 1/4 സെന്റ് ഭൂമിക്ക് വേണ്ടിയിട്ട് കൂടപ്പറപ്പിൻ്റെ കഴുത്തറക്കുന്ന, പരസ്പരം പോരടിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും പിന്നിൽ ഒരു തലമുറ സഞ്ചരിച്ചുകൊണ്ട് മാതാവിനെയും
എന്തിനേറെ പറയുന്നു, വല്ലിപ്പയെയും വല്യമ്മയെയും ഒക്കെ കൊന്നു തള്ളുന്നൊരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് കാരുണ്യത്തിൻ്റെ പത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പരസ്പരം കരുണ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാരുണ്യത്തിൻ്റെ പത്ത് നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ പത്തും മൂന്നാമത്തെ പത്തും ആഖിറത്തെ നമ്മളിലേക്ക് ചിന്തിപ്പിക്കുന്നതാണ്. രണ്ടാമത്തെ പത്ത് മഗ്ഫിറത്തിൻ്റെ പത്താണ്, പാപമോചനത്തിൻ്റെ പത്ത്. ആ മഗ്ഫിറത്തും റഹ്മത്തും ചേർത്ത് വെച്ച് ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മനോമുഖരത്തിലേക്ക് എറിഞ്ഞു തരികയാണ്. അള്ളാൻ്റെ റഹ്മത്ത് കിട്ടിയാലേ നമ്മൾ രക്ഷപ്പെടൂ. അവൻ്റെ റഹ്മത്ത് കൊണ്ടേ മഗ്ഫിറത്ത് സംഭവിക്കുകയുള്ളൂ. അവൻ നമ്മുടെ പാപങ്ങൾ പുറത്തു തരണമെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മളെ പൊതിയണം. സഹാബാക്കൾ ചോദിച്ചു, നബിയേ അങ്ങിപ്പോൾ പറഞ്ഞല്ലോ അള്ളാൻ്റെ കാരുണ്യമുണ്ടെങ്കിലേ റഹ്മത്തുണ്ടെങ്കിലേ സ്വർഗമുള്ളൂ എന്ന്. അങ്ങും സ്വർഗത്തിൽ എത്തണമെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാകേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഒരു മറുപടി, സഹാബ എന്നെയും അള്ളാഹു റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ എനിക്കും കാരുണ്യമില്ല എന്ന് പറഞ്ഞു അള്ളാഹ് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 500 വർഷം ഇബാദത്ത് ചെയ്തൊരു മനുഷ്യൻ്റെ ചരിത്രം പറയുന്നുണ്ട്, സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അയാളൊരു ദ്വീപിലകപ്പെട്ടു, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ഒരു 500 വർഷം അയാൾ കഴിഞ്ഞുകൂടി അവിടെ. അയാൾക്ക് കുടിക്കാൻ ചുറ്റുഭാഗത്തും ഉപ്പുവെള്ളമാണ്, സമുദ്രത്തിലെ വെള്ളമാണ്. ഒരു ഭാഗത്ത് അള്ളാഹു സ്പെഷ്യലായിട്ട് അയാൾക്ക് നല്ല ശുദ്ധ ജലം നൽകുകയാണ്. അവിടെ നിന്ന് അയാൾ വെള്ളം കുടിക്കും. റുമ്മാൻ പഴം സ്വർഗത്തിൽ നിന്ന് ഇറക്കി കൊടുക്കുകയാണ്. ഈ റുമ്മാനും ശുദ്ധജലവും മാത്രം കഴിച്ചു കുടിച്ചുകൊണ്ട് 500 വർഷം അയാൾ ആരാധനാ നിമഗ്നനായി കഴിഞ്ഞുകൂടി ഒരു ദ്വീപിൽ. അയാൾ നാളെ പരലോകത്ത് വരും. നാളെ ആഖിറ ലോകത്ത് മീസാൻ എന്ന തുലാസിൽ അയാളുടെ നന്മ ഇങ്ങനെ വെച്ച് തൂക്കുന്ന സമയത്ത് മലക്കുകളോട് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അയാൾ എന്നെ ഓർത്തുകൊണ്ട് 500 വർഷം ഇബാദത്ത് ചെയ്ത മനുഷ്യനാണ്, അയാളെ നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ കാരുണ്യം കൊണ്ട് സ്വർഗലോകത്തേക്ക് പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറയുമത്രേ, എൻ്റെ ഇബാദത്ത് കൊണ്ട് റബ്ബേ എന്നെ സ്വർഗത്തിലേക്ക് കടത്തും. അപ്പോൾ അള്ളാഹു പറയും, അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഇബാദത്തും എൻ്റെ റഹ്മത്തും ഒന്ന് തൂക്കി നോക്കണമല്ലോ. അള്ളാഹു ചെയ്ത നിഅമത്തുകളുണ്ടല്ലോ, നമ്മുടെ കണ്ണിന്, നമ്മുടെ കാലിന്, നമ്മുടെ ശരീരത്തിന്, ഹൃദയത്തിന്, തലച്ചോറിന് ഒക്കെ അള്ളാഹു ചെയ്ത എത്രയോ നിഅമത്തുകൾ നിരന്തരമായിട്ട്. ഒരു മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളാണ്, എല്ലുകളാണുള്ളത്. എത്രയോ ജോയിൻസുകളുണ്ട്, എത്രയോ ഞരമ്പുകളുണ്ട്. ഇതൊക്കെ കൃത്യമായി നിയന്ത്രിക്കുന്നവനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്. അതിന് നമ്മൾ ശുക്ർ ചെയ്യേണ്ട മാസം കൂടിയാണ് റമദാൻ. അപ്പോൾ അള്ളാഹു പറയണത് തൂക്കി നോക്കൂ മലക്കുകളെ. അയാളുടെ 500 വർഷത്തെ ഇബാദത്ത് ഒരു തട്ടിൽ തൂക്കി നോക്കി. അയാളുടെ കണ്ണിന് കൊടുത്ത റഹ്മത്തുണ്ടല്ലോ, ആ നിഅമത്ത് മറ്റു ത്രാസിൽ വെച്ച് നോക്കുമ്പോൾ കണ്ണിന് കൊടുത്ത ഒരു റഹ്മത്തിൻ്റെ ഒരു അംശം ഈ 500 കൊല്ലത്തെ ഇബാദത്തിനേക്കാൾ കനം തൂങ്ങുകയാണ്. അപ്പം സബാനിയാക്കളായ മലക്കുകൾ അയാളെ പിടിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരുങ്ങുന്ന വേളയിൽ അള്ളാഹുവിനോട് അയാൾ പാപമോചനം നടത്തിയിട്ട് പറയാണ്, വേണ്ട റബ്ബേ, നീ എന്നെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞിട്ട് എനിക്ക് സ്വർഗം നൽകണേ, നിന്റെ റഹ്മത്താണ് വലുത്. ആ സന്ദർഭത്തിൽ അയാളെ അള്ളാഹു റഹ്മത്ത് നൽകിയിട്ട് സ്വർഗപ്രവേശനം നൽകുകയാണ്. അപ്പം അള്ളാഹുവിൻ്റെ റഹ്മത്ത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഈ കാരുണ്യമാണ് നോമ്പിന് നമുക്ക് വേണ്ടത്. ഇനി പെരുന്നാളായാലും ഈ കാരുണ്യമാണ് നമുക്ക് വേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചരിത്രം കൂടി പറയുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വേളയിൽ ഒരു കുഞ്ഞു മോനെ കണ്ടു. ചെറിയൊരു കുട്ടി കടത്തിണ്ണയിൽ കിടക്കുകയാണ്. മണ്ണ് കൊണ്ട് കായം പുരണ്ടൊരു കുട്ടി. പുതിയ വസ്ത്രങ്ങൾ ധരിക്കാനില്ല, കുളിച്ചിട്ടില്ല, വൃത്തിയായിട്ടില്ല. ചുറ്റുഭാഗത്തും മദീനയുടെ ബസാറിൽ, മദീനയുടെ അങ്ങാടിയിൽ, മൈതാനിയിൽ കൊച്ചു കുഞ്ഞുങ്ങൾ ചിത്രശലഭങ്ങളെ പോലെ ഇങ്ങനെ പാറി നടക്കുകയാണ്. ഇക്കാക്കമാരുടെ വിരലിൽ തൂങ്ങിയിട്ട്, ഉപ്പമാരുടെ തോളിൽ തൂങ്ങിയിട്ടൊക്കെ ഇങ്ങനെ പൂമ്പാറ്റകളെ പോലെ പാറി കണ്ണിനാനന്ദമാകുന്നൊരു കാഴ്ച കാണുന്ന സന്ദർഭത്തിൽ ഒരു കുഞ്ഞുമോൻ, പാവപ്പെട്ട കുഞ്ഞുമോൻ വസ്ത്രം ധരിക്കാനില്ലാതെ കിടക്കുകയാണ്. റസൂൽ ചോദിച്ചു, മോനെ നിനക്ക് പെരുന്നാളില്ലേ? ആ കുട്ടി
നൽകിയ പ്രതിവചനം ഇങ്ങനെയായിരുന്നു: ഇല്ല നബിയെ, എനിക്ക് കുളിപ്പിച്ചു തരാൻ മാതാവില്ല, എനിക്ക് വസ്ത്രം വാങ്ങിത്തരാൻ ഉപ്പയില്ല, ഞാനൊരു അനാഥനാണ്. അള്ളാഹ് റസൂലിൻ്റെ കാരുണ്യത്തിൻ്റെ നിറദീപമായ പുണ്യനബിയുടെ കണ്ണ് നിറയുകയാണ്. ആ കുഞ്ഞുമോനെ ചേർത്ത് പിടിച്ചു. പള്ളിയിലേക്ക് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി അവിടെ സഹാബത്ത് കാത്തു നിൽക്കുന്നുണ്ട്. പെരുന്നാൾ നിസ്കാരത്തിന് കാത്തു നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ ആ കുട്ടിയെ എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി ആയിഷ ബീവിയെ ഭാര്യയെ വിളിക്കുകയാണ്. ആയിഷ ബീവിയോട് ആ കുഞ്ഞുമോനെ കൊടുത്തിട്ട് പറഞ്ഞു: ഈ കുഞ്ഞിനെ നീ കുളിപ്പിക്കണം ആയിഷ, ഞാൻ വസ്ത്രം വരുത്തിക്കാം. സഹാബാക്കളെ കൊണ്ട് വസ്ത്രം വരുത്തിച്ചു, കുഞ്ഞുമോനെ കുളിപ്പിച്ചു, പുത്തനുടെ ആടകൾ അണിയിപ്പിച്ചു. എന്നിട്ടും പോണില്ല. അവിടെ സ്വഹാബത്ത് കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഓർമ്മയെ റസൂലുള്ളാഹിക്കില്ല. റസൂലുള്ളാഹി ഈ കുട്ടിയുടെ കൂടെ കൂടി. അങ്ങനെ ആ കുഞ്ഞുമോനെ ഭക്ഷണത്തളികയിൽ ഭക്ഷണം വിളമ്പിയിട്ട് തൻ്റെ വലതുഭാഗത്തിരുത്തി പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്നിട്ട് കുഞ്ഞുമോന് കുഞ്ഞിളം ചുണ്ടുകളിലേക്ക് ഭക്ഷണം വാരിക്കൊടുത്തിട്ട് പറയുന്നുണ്ട്: മോനെ, നീ സങ്കടപ്പെടണ്ട, നിന്നെ കുളിപ്പിച്ചു തന്ന ഭാര്യ, എൻ്റെ ഭാര്യ ആയിഷയുണ്ടല്ലോ, നിന്റെ മാതാവാണ്. നിന്നെ ആ കടത്തിണ്ണയിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് നിനക്ക് ഈ ഭക്ഷണം വാരിത്തരുന്ന മുഹമ്മദ് ഉണ്ടല്ലോ, ഈ മുഹമ്മദ് നിന്റെ പിതാവാണ്. ഇനി മുതൽ നീ വാപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത സങ്കടം അനുഭവിക്കണ്ട എന്ന് പറഞ്ഞ ലോകത്തിൻ്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ കാരുണ്യമായിരുന്നു പുണ്യനബി. പുണ്യനബിയുടെ കാരുണ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ റഹ്മത്തിൻ്റെ പത്തിൽ കാരുണ്യം വർഷിക്കാൻ, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഒരു പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി എടപ്പാളിന്റെ മുഖമുദ്രയായി ഐശ്വര്യ ഗോൾഡ് പാലസ്. 916 BIS ഹോൾമാർക്ക് HUID സ്വർണ്ണാഭരണങ്ങൾ. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നതിന് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ സുവർണാവസരം. പത്തരമാറ്റിന്റെ പാരമ്പര്യം. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 0494 2680 416.